ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഹലുവയാണ്. അതിനു വേണ്ടി ഞാൻ ഒരു 250 ഗ്രാം മത്തനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് തോല് കളഞ്ഞ് നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വേവിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മത്തൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ജാറിലോട്ട് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. മത്തൻ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല വേവിച്ചാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 25 ഗ്രാമാണ് ഉള്ളത് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു പിഞ്ചുപ്പിട്ട്, ഒരു പിഞ്ചുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് മതി. 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അത് 2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കാം. മത്തങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് ഇട്ട് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം, നല്ല അടിയിലൊന്നും പിടിക്കാതെ ഇളക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കശുവണ്ടി മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മത്തങ്ങ ഹലുവ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സ്റ്റവ് ഓഫാക്കാം. നമുക്ക് അല്പം വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ മത്തങ്ങ ഹലുവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം. അപ്പോൾ അത്ര നല്ല ടേസ്റ്റി ഹലുവയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.